ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒരു കാര്യം, ഒട്ടും ആരോഗ്യമില്ലാത്ത മന്ത്രി ആശുപത്രിയിലല്ലേ, അറിഞ്ഞില്ലേ? പിന്നെ ആരോഗ്യമില്ലാത്ത കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞോളൂ ഓക്കെ. സോറി കേട്ടോ, കേറി പറഞ്ഞതിന്. ആരോഗ്യമില്ലാത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ പതിവില്ലാത്ത വിധത്തിൽ രാവിലെ പുലർച്ചയ്ക്ക് തന്നെ ഡിസ്ചാർജ് അനുവദിക്കുന്നു. എസ്കേപ്പ് എസ്കേപ്പിസമാണത്. അപ്പോൾ അങ്ങനെ പോകുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ ഒരു മുങ്ങൽ വിദഗ്ധയാകേണ്ടതിന്റെ അതും ആവശ്യമുണ്ടോ? കൂടെ അദ്ദേഹത്തിന്റെ ബയോഡേറ്റിൽ നമുക്ക് ചേർക്കാമല്ലോ. നല്ല അഭിനേത്രി, ഒരു നല്ല കഴുത്ത് രോഗി, ആവശ്യമുള്ളപ്പോൾ മാത്രം, അതായത് 5 കൊല്ലത്തിലൊരിക്കൽ ഇലക്ഷൻ്റെ സമയത്ത് കോളർ അടിയുന്ന മഹത് വ്യക്തി. ഇപ്പം മുങ്ങൽ വിദഗ്ധ, നമുക്കിനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ ഇതിൻ്റെ അടിയിൽ പോകുമ്പോൾ നമ്മൾ മുങ്ങൽ വിദഗ്ധരെയൊക്കെ വിളിക്കുമല്ലോ, അതിന് പകരം നമുക്ക് മന്ത്രിയെ വിളിക്കാം. കുട്ടി, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് കിട്ടില്ല. സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഇറങ്ങിപ്പോകുന്നു. എന്ത് ആരോഗ്യ പ്രശ്നമുണ്ടായാലും സ്വന്തം ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കണം, വി ആർ റെസ്പോൺസിബിൾ എന്നും പറഞ്ഞ്. എന്നാൽ പോലും ഇത്രയും വലിയ അസുഖമുള്ള ഒരാൾ, പ്രത്യേകിച്ച് ഒരു മന്ത്രിയെ അവർ സമ്മതിക്കില്ല പോകാനായിട്ട്. അവരാണ് ലയബിൾ, എന്തിന് സമ്മതിച്ചു എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ രാവിലെ പുറപ്പെട്ട്, കാറിൽ പുറപ്പെട്ട്, ഇനി ട്രെയിനിലും ബസ്സിലൊന്നും പോകാൻ പറ്റില്ലല്ലോ, പത്തനംതിട്ടയ്ക്ക് മന്ത്രി വന്നിരിക്കുന്നു. ഈ കേരളത്തിൽ ഇത്രയും പരിഹസിക്കപ്പെടുന്ന ഒരു മന്ത്രി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ശിവതാണ്ഡവം കാണിച്ചല്ലോ, മന്ത്രി ശിവൻകുട്ടി, ശിവൻ എന്നുള്ള പേരുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ അദ്ദേഹം കോടതിയിൽ കേസ് പോയപ്പോൾ എനിക്കറിയില്ല, അങ്ങനൊരു സംഭവം പോലും നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സജി ചെറിയാൻ പറഞ്ഞു ഭരണഘടന, ഞാൻ പറയില്ല എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് പുറകിൽ കേസ് നടന്നു. അങ്ങനെയൊക്കെയുള്ള മന്ത്രിമാരുള്ള ഒരു മന്ത്രിസഭയിൽ ഇനി അവസാനത്തെ ചവിട്ട് നാടകം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ മാഡത്തിൻ്റെ കാര്യം കാണേണ്ടത്. ശരിക്കും ആ ചവിട്ട് തുള്ളിയാണ് നടന്നു വന്നത് കേട്ടോ, ആ കുട്ടികളുടെ നേരെ. നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് ഒരു മന്ത്രിയെ ആക്രമിക്കുക എന്നുള്ളത് അത് ശരിയായ രീതിയല്ല. ഒരു തുണി കഷ്ണം, ഇപ്പൊ എന്റെ ദുപ്പട്ടയുടെ ഈ തുണി കഷ്ണം വെച്ച് ഞാൻ കുട്ടിയെ എന്താക്രമിക്കും? അല്ല മാം, എന്താക്രമിക്കും നിങ്ങൾ പറയൂ. നിങ്ങളൊരു ജേർണലിസ്റ്റ് അല്ലേ? ആക്രമിക്കാൻ വരുന്നവരുടെ പിടിവലിയിലോ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ നടത്തുന്ന ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. മേ ബി എങ്ങനെയും ആയിക്കോട്ടെ. ഞാൻ പറയുന്നത്, ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചു, ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണല്ലോ, അപ്പൊ കോളറൊക്കെ ഇട്ടിട്ടുണ്ട്. യാത്ര ചെയ്യാൻ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ICUലൊക്കെ കിടക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രി എങ്ങനെയാണ് സുരക്ഷിതമായി കാറിൽ യാത്ര ചെയ്ത് പത്തനാപുരം വരെ, പത്തനംതിട്ട വരെ, അത്രയും ദൂരം, അവിടെ നിന്ന് അറ്റത്തുനിന്ന് അറ്റം വരെ 8-9 മണിക്കൂർ എങ്ങനെയാണെങ്കിലും കാറിലിരിക്കണം. അപ്പം എൻ്റെ അമ്മയ്ക്കും കോളർ ഉണ്ടായിരുന്നു കേട്ടോ, അനങ്ങാൻ പാടില്ല കഴുത്ത്. നമ്മൾ കോളർ ഇട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ സ്റ്റഡി ആയിട്ട് വളരെ ട്രാവലൊക്കെ കുറച്ചു. ആ സമയത്താണ് ഉണ്ടായിക്കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ മന്ത്രി അവിടെ നിന്ന് കോളർ ഇട്ടോ ഇടാണ്ടോ കാറിൽ കയറി ഇരുന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, നമ്മൾ കാണുന്നില്ല. പുറപ്പെട്ടു വരുന്നത് ഈ നാടകം ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും സംഭവിച്ചോ? ഐ എം എ ട്രെയിൻഡ് ജേർണലിസ്റ്റ്, അഭിമാനത്തോടെ പറയുന്നു. ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു. എൻ്റെ സപ്പോർട്ടിങ് ഫോട്ടോഗ്രാഫ്സ് ഞാൻ തന്നെയാണ് എടുക്കുക. ഞാൻ ചാഞ്ഞും ചെരിഞ്ഞും ഇങ്ങനെ, നമ്മൾ പണ്ട് SLR ക്യാമറാസാണ്, ഒരു കണ്ണിൽ കൂടെ 2 കണ്ണിൽ കൂടെ ഒക്കെ നോക്കിയിട്ടും എനിക്കിതിലൊന്നും ഈ കുട്ടികൾ അവരുടെ അടുത്തേക്ക് വരുന്നതായി കണ്ടില്ല. ഞാൻ ആകെ കണ്ടത് ശരിക്കും വേർത്തൊട്ടിയ യൂണിഫോമുള്ളൊരു വനിതാ ഓഫീസർ, അവരൊക്കെ ടെൻഷൻ കൊണ്ട് വേർത്തൊട്ടിപ്പോയി. മന്ത്രിയെ ഇങ്ങനെയാക്കുന്നുണ്ട്, തൊട്ട് ഒരു എന്താണ് പറയുക, കാമുകിയോടെന്ന പോലെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴായതൊന്നും അറിയില്ല, വേറൊരു പോലീസ് ഓഫീസർ മന്ത്രിയെ പുറകിൽ നിന്ന് മന്ത്രിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, നിർത്താൻ നോക്കുന്നുണ്ട്. 3 പോലീസുകാർ ഇവരെ ടച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരെ നിർത്താൻ വേണ്ടി ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് ചാടുകയല്ലേ. അങ്ങനെയാണെങ്കിൽ പോലും എന്തെങ്കിലും വന്നാൽ പോലീസുകാരുടെ തൊപ്പി തെറിക്കും. പിന്നെ ഇതിൽ ചുമ്മാ തമാശയായിട്ട് പറഞ്ഞാൽ ആ പോലീസ് ലേഡി തൊപ്പി വച്ചിരുന്നില്ല ആ സമയത്ത്, തെറിക്കാനൊന്നുമില്ല എന്ന് തമാശയ്ക്ക് നമുക്ക് ചിന്തിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഇവർ കൊണ്ടുവരുന്ന കറുത്തുടുപ്പിട്ട്, ഈ കേസിൻ്റെ ഒരാളും കറുപ്പുടുപ്പാണ്, ക്യാമറയിൽ കാണുമ്പോൾ ഡീപ്പ് ബ്ലൂ ആണ് മന്ത്രിയുടെ ഗൺമാൻ്റെ ഡ്രസ്സ്, അതും ബ്ലാക്കായിട്ട് തോന്നാം. അവരിങ്ങോട്ടേക്ക് വന്നു എന്ന്. പിന്നെ അത് ശരിക്കും സ്പോട്ടിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ആ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗൺമാനാണ് വന്നേക്കുന്നത്, അവരെ സേഫ് ഗാർഡ് ചെയ്ത് നിൽക്കാനായിട്ട്. എന്തിനാണ് ഈ നാടകം? ഇവർ തന്നെ എപ്പോഴും പറയുമല്ലോ, അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനതകൾക്ക് മനസ്സിലാവുമെന്ന് പറയില്ലേ, നമുക്കൊക്കെ മനസ്സിലായി. അതിൻ്റെ ഏറ്റവും രസമുള്ള ട്രോൾ എന്താണെന്ന് പറഞ്ഞാൽ, മന്ത്രിയുടെ എന്ത് ചെറുപ്പത്തിലെ ഫോട്ടോ ഒക്കെ, ബോണാക്ടിൻ്റെ അതൊക്കെ ആൾക്കാർ റിവൈവ് ചെയ്തെടുത്തുകൊണ്ട് 1ാം സ്ഥാനം കിട്ടിയ വീണ കുര്യാക്കോസ് എന്ന ഇന്നത്തെ മന്ത്രി വീണ ജോർജ് എന്ന് പറഞ്ഞു.
പിന്നെ ഒരെണ്ണം കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് കോളറും മാസ്കൊക്കെ ഇട്ട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്ന മന്ത്രിയുടെ മുൻ അപ്പം മന്ത്രിയല്ല MLA ചിത്രം. അപ്പം ഇവർക്ക് സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല ഇവർ കോളറിടുന്നത്. ഈ സോഷ്യൽ മീഡിയക്ക് ഇത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അതിൽ കൂടെ വരാൻ പോകുന്ന നാണക്കേടിനെ കുറിച്ചെങ്കിലും ഈ സഖാക്കളും സഖാത്തിയും ഒന്ന് ചിന്തിക്കേണ്ടത്. അതൊരു പക്ഷേ ഇത്രയും നീണ്ട ഒരു ലിസ്റ്റ് ഈ ഒരു കഴിഞ്ഞ 2 മാസത്തിനിടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു കളയേണ്ടി വന്നത് ഉൾപ്പെടെ ഉള്ളതാണ്. ഒരു യുവാവിന്റെ 2 കണ്ണിന്റെ കാഴ്ച പോയി. അപ്പോൾ ഞാനതിങ്ങനെ തപിച്ച് അമ്മ ഭർത്താവിനെ നോക്കണം, മകനെ നോക്കണം, അത്രയും നാളും കണ്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. ആ യുവാവിന്റെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ചികിത്സ കിട്ടാണ്ട് കൈപ്പിഴവ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ 2 കണ്ണും നഷ്ടപ്പെട്ടത്. കണ്ണിന്റെ ഔഷധത്തിന് വേണ്ടി പോയ ആളല്ല. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിൽ നിന്ന് നമ്മളുടെ ഇത് മാറ്റിവെക്കാൻ ഇപ്പം ഇത്രയൊക്കെ അപമാനം ഇപ്പോൾ ട്രോളി നമ്മൾ തന്നെ സമയത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടുവാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഉണ്ടാക്കിയൊരു നാടകമായിട്ട് നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. ഇവർ ആലോചിച്ചപ്പോൾ ഇത്രയും ഏറ്റവും ജനങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖല തന്നെയാണ്. അതുപോലെ തന്നെ വളരെ ധിക്കാരത്തോടു കൂടിയാണല്ലോ പറഞ്ഞത്, എനിക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഒന്നും ചാടി വരുന്നുണ്ടല്ലോ. DYFI നോക്കിക്കോളൂ, പാർട്ടി സംരക്ഷണം എനിക്കുണ്ട് എന്നാണ് വീണ ജോർജ് പറയുന്നത്. ഒരു മന്ത്രി ആയിരിക്കെ ഒരിക്കലും അത് പറയുന്നത് അനുയോജ്യമായ ഒരു കാര്യമല്ല. ജനങ്ങൾക്കൊക്കെ DYFIയുടെ സംരക്ഷണം കിട്ടുമോ? ജനങ്ങൾക്ക് പോലീസിന്റെ തന്നെ സംരക്ഷണമല്ലേ ചോദിക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാം ഒന്ന് ആലോചിച്ച് നോക്കും, ഇവർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു, ഇവിടെയുള്ള ഒന്നിന്റെയും സംരക്ഷണം വേണ്ട, എല്ലാം പാർട്ടി സംരക്ഷിച്ചോളൂ എന്നുണ്ടെങ്കിൽ ഇവർക്ക് സാധാരണക്കാർക്ക് കിട്ടാത്ത പരിരക്ഷയാണ് ഒരു VIP, അതായത് മന്ത്രി എന്നുള്ള നിലയിൽ പിന്നീട് ഇങ്ങോട്ടേക്ക് കിട്ടിയത് മുഴുവൻ. ഹോസ്പിറ്റലിൽ ഒരു സാധാരണക്കാരൻ പെടലി ഉളുക്കിയിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കൂന്ന് പോലും പറയാം. ഇതിനൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ് കേസസ് ഉണ്ട്, ഗോ ഹോം എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കൊടുത്തേക്കും, അത്രയേ ഉള്ളൂ. എന്തൊക്കെ കഥകളാണ്, കഥകളല്ല കേസുകളാണ് നമ്മൾ കേൾക്കുന്നത്. ദിവസങ്ങളോളം ആശുപത്രിയിൽ വന്നിരിക്കുന്നു, പിന്നെ ഒരു ചക്ക വീണ കേസുണ്ട്, അത് പോട്ടെ നമുക്ക് വിചാരിക്കാം. പ്രായമായൊരു മനുഷ്യൻ കാഷ്വാലിറ്റിയുടെ അവിടെ നിൽക്കുമ്പോൾ കാഷ്വാലിറ്റിയിൽ ഈ മന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു, പേഷ്യൻസിനെ കിട്ടുവാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ഡ്രൈവർമാർക്ക് 10,000 രൂപ വീതം പ്രധാനപ്പെട്ട ആശുപത്രികൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു പരിഹാസം, ഇതൊക്കെ ഒരു മന്ത്രിയുടെ മുഖത്ത്, ആ പഴയ മോണാക്ട് നടിയുടെ ഭാവങ്ങളാണ്. ഒരു നവരസങ്ങളും നമ്മൾ മന്ത്രിയുടെ മുഖത്ത് ഈ ഇടയ്ക്ക് കാണുന്നുണ്ട്. കോപം, അതികോപം, ഭയാനകം, ഭീബത്സം, പരിഹാസം, സങ്കടം, വിഷമം, ദുഃഖം ഒക്കെ നമ്മൾ അവരുടെ മുഖത്ത് ആ നടി ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഇവിടെ ഇങ്ങനെ പിടിച്ചു, ശ്രദ്ധിച്ചാലേ, പിന്നെ ഇത് ഇങ്ങനെ പിടിച്ചു, പിന്നെ ചെവിയിൽ പിടിച്ചു. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു BP ഷൂട്ട് ചെയ്താലൊക്കെ വരുന്ന കാര്യമാണ്. പക്ഷെ കഴുത്ത് ഉളുങ്ങിയത് ഒരു കാര്യം ഞാൻ പറയണം, എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചല്ലേ CM എന്നും പറഞ്ഞിട്ട്. നമ്മളതൊക്കെ കേട്ട് തമാശയ്ക്ക് പറയുള്ളൂ. വിളിക്കുമ്പോൾ ഉന്നതാധികാരി വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുക, അദ്ദേഹം അവിടെ പോലും ഇല്ലയെന്ന്. അത് നമ്മൾ നേരിൽ കണ്ടു. അതാണ് യഥാർത്ഥ ട്രോളിൻ്റെ ഉത്ഭവം. അവിടെ കൂടെ വന്നത് എന്താണെന്ന് നമുക്കറിയില്ല, ഉത്തരവ് എന്താണെന്നറിയില്ല. അതിനുശേഷമാണ് വീണ ജോർജിലെ തികഞ്ഞ അഭിനേത്രി പുറത്തേക്ക് വന്നത്. അതിനോടൊപ്പം തന്നെ ഇവരൊക്കെ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുന്നുണ്ടാവും, ഒരു ഏറുപടക്കം AKG സെൻറ്ററിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു. പിന്നെ എന്താണ് ആ ശ്രീമതി ടീച്ചർ ഇങ്ങോട്ടേക്ക് ചാടി വന്നിട്ട് ഭൂമി കുലുങ്ങുന്ന പോലെ തോന്നി, കെട്ടിടം മുഴുവൻ കുലുങ്ങി എന്നൊക്കെ പറഞ്ഞ് പിന്നെയാണ് അറിയുന്നത് ഒരു ഏറുപടക്കമാണെന്ന് അറിയുന്നത് അതിന് ശേഷമാണ്. ഇവര് എല്ലാ കാര്യങ്ങളും വലിയ വീർപ്പിച്ച് കാണിക്കും, പിന്നെ എന്ന് പറഞ്ഞ് പൊട്ടി താഴെ വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇനി ഇലക്ഷന് മുമ്പ് നമ്മൾ എന്തൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ കാണാനിരിക്കുന്നു, കേൾക്കാനിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് മന്ത്രി ആശുപത്രിയിലായി, അവരുടെ കഴുത്ത് വിലങ്ങിയതിനെ കുറിച്ച് ഈ CPMൻ്റെ എല്ലാ നേതാക്കളും DYFIയുടെ ഒക്കെ SFI നേതാക്കളൊക്കെ കേരളത്തിൽ വലിയ കലാപാഹ്വാനം നടത്തിയതായിരുന്നു നമ്മൾ TV കാണുന്നുണ്ടായത്. അവർക്കെതിരെ കേരളത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം നൽകിയെന്നുള്ളതിന് പോലീസ് കേസ് എടുക്കണം തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഈ മന്ത്രി പോകുന്ന ആ പോക്കിൽ തന്നെ മന്ത്രിയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് അവരോട് സഹതാപമാണ് തോന്നുന്നത്. എന്തിനാണ് അവരിങ്ങനെ
എന്താ പറയുന്നത്, സ്വന്തം പരിഹാസ്യമാവുന്നത് എന്നൊരു സീറ്റിന് വേണ്ടിയിട്ടാണോ? ഇനി മന്ത്രിക്ക് എന്തായാലും ഈ മന്ത്രി കസേര തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അവർ അത്രയധികം കേരളത്തിന് ദുഷ്പേരുണ്ടാക്കി. അവർ ചെയ്ത നല്ല പ്രവൃത്തികളും കൂടെ നമുക്ക് ഇപ്പോൾ വളരെ അവജ്ഞയോടുകൂടി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മന്ത്രി കൊച്ചമ്മ തൽക്കാലം മന്ത്രി കൊച്ചമ്മയായിട്ട് തന്നെ ഇരിക്കണം. പഴയ മോണോ ആക്ട് താരമാവരുത് എന്നൊരു എളിയ അഭ്യർത്ഥന ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി മുന്നിൽ സമർപ്പിക്കുകയാണ്.